ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദ്വാരകോൽപ്പത്തി. കുട്ടികളെ, നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് മനോഹര നഗരമായ ദ്വാരകയെക്കുറിച്ചാണ് പറയുന്നത്. പശ്ചിമ സമുദ്രത്തിൽ കുശസ്ഥലി എന്നൊരു ദ്വീപും അവിടെ നിന്ന് കരയിലേക്ക് വരാൻ ഒരു പാലവും പണ്ടുണ്ടായിരുന്നു. പാലത്തിന് സേതു എന്നാണ് പറഞ്ഞിരുന്നത്. ആ ദ്വീപ് ഒരു മനോഹര നഗരമായിരുന്നു. അതിൻ്റെ അധിപൻ ആനർത്ത എന്ന ഒരു രാജാവായിരുന്നു. ഒരിക്കൽ ഈ രാജാവും വരുണനും കൂടി ഒരു കലഹമുണ്ടായി. അപ്പോൾ ദേഷ്യം വന്ന വരുണൻ ആ ദ്വീപ് മുഴുവനും വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. അത് ഉയർത്തി അവിടെ ഒരു പുതിയ നഗരം സൃഷ്ടിക്കണമെന്ന് കൃഷ്ണൻ വിചാരിച്ചു. ശത്രുക്കൾ ആരെങ്കിലും ആ സേതുവിൽ ചവിട്ടിയാൽ അത് വെള്ളത്തിൽ താഴ്ന്നു പോകും. അതുകൊണ്ട് അവിടെ ഒരു നഗരം ഉണ്ടാക്കിയാൽ ശത്രുക്കളുടെ ശല്യവും ഉണ്ടാകത്തില്ല എന്ന് കൃഷ്ണനറിയാം. അതുകൊണ്ടാണ് അവിടെ നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ കൃഷ്ണൻ ഈ കാര്യം ബലരാമനുമായിട്ട് ആലോചിച്ചു. അത് കേട്ടപ്പോൾ ബലരാമന് സന്തോഷമായി. അങ്ങനെ അവർ പശ്ചിമ സമുദ്ര തീരത്തേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി വരുണനെ മനസ്സിൽ ധ്യാനിച്ചു. ഉടൻ തന്നെ വരുണൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ തൻ്റെ ആഗ്രഹം വരുണനോട് പറഞ്ഞു. ഉടൻ തന്നെ വരുണൻ ആ ദ്വീപിനെയും സേതുവിനെയും മൂടിക്കിടന്ന വെള്ളമെല്ലാം പിൻവലിച്ച് കരയാക്കി. കൃഷ്ണനും രാമനും കൂടി നടന്ന് ആ ദ്വീപിലെത്തി. കൃഷ്ണൻ ഉടൻ ദേവശില്പിയായ വിശ്വകർമാവിനെ മനസ്സിൽ വിചാരിച്ചു. ഉടൻ വിശ്വകർമാവ് ഭഗവാന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് തൊഴുതു നിന്നു. ഭഗവാൻ തൻ്റെ ആഗ്രഹം പറഞ്ഞു. ഉടനെ നല്ല ഒരു മുഹൂർത്തം നോക്കി നഗര നിർമ്മാണത്തിനുള്ള ജോലിയും ആരംഭിച്ചു. സമചതുരാകൃതിയിലുള്ള ആ മനോഹര ദ്വീപിന് ചുറ്റും കരിങ്കൽ കോട്ടയും അതിനുള്ളിൽ 28 സ്വർണ്ണഗോപുരങ്ങളും അതിൻ്റെ മുകളിൽ നവരത്നഖചിതമായ മനോഹരമായ മണിമകുടങ്ങളും ഉണ്ടാക്കി. അനവധി മനോഹരമായ രത്നങ്ങളാൽ നിർമ്മിച്ച കൊട്ടാരങ്ങൾ, ഗൃഹങ്ങൾ, രാജമന്ദിരങ്ങൾ, തങ്കത്തകിടുകൾ പാകിയ മുറ്റം എന്നിവയും ഉണ്ടാക്കി. പിന്നെ നൃത്തശാലകൾ, കേളിഗ്രഹങ്ങൾ, സ്നാനഘട്ടങ്ങൾ, ഭോജനശാലകൾ, മന്ത്രിമന്ദിരങ്ങൾ, ആനപ്പന്തികൾ, കുതിരപ്പന്തികൾ, രാജപാതകൾ, ബ്രാഹ്മണർക്കുള്ള വീടുകൾ, പരിശുദ്ധമായ വെള്ളം നിറച്ച കുളങ്ങൾ എന്നിവയും ഉണ്ടാക്കി. കൂടാതെ മനോഹരമായ പൂങ്കാവനങ്ങൾ, വൃക്ഷലതാദികൾ നിറഞ്ഞ പൂന്തോട്ടം, ആസ്ഥാന മണ്ഡപം, പതാകകൾ പാറിക്കളിക്കുന്ന സ്വർണ്ണ കൊടിമരകൾ, ഇങ്ങനെ നൂറായിരം അത്ഭുതാവഹങ്ങളായ കാര്യങ്ങളെല്ലാം വിശ്വകർമാവ് അവിടെ ഉണ്ടാക്കി. ഭഗവാന്റെ മായാവൈഭവത്താലാണ് അവയെല്ലാം അത്ര വേഗം ഉണ്ടാക്കിയതെങ്കിലും ലോകത്തിൻ്റെ മുൻപിൽ വിശ്വകർമാവ് അത് നിർമ്മിച്ചു എന്നതാണ്. പരമാത്മാവിനെ ദർശിക്കാനുള്ള ദ്വാരം എന്നുള്ള അർത്ഥം വരുന്ന ദ്വാരക എന്ന് ആ നഗരത്തിന് പേര് നൽകി. സർവത്ര സ്വർണ്ണമയമായ ആ നഗരം നിർമ്മിച്ചതിന് ശേഷം വിശ്വകർമാവ് ഭഗവാന്റെ അനുഗ്രഹത്തോടെ അവിടെ നിന്നും മറഞ്ഞു. മധുരയിൽ നിന്ന് അവിടെയുള്ള സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ഉൾപ്പെടെ എല്ലാ യാദവന്മാരെയും ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു. ചതുരംഗസേന സമൂഹത്തെയും സ്വർണ്ണരത്നാദികൾ അടങ്ങിയ ഭണ്ഡാകാരവും ദ്വാരകയിലേക്ക് രഥത്തിൽ കയറ്റി അയച്ചു. പിറകെ കൃഷ്ണനും ബലരാമനും എത്തി. അവരവർക്കുള്ള ഇഷ്ടമുള്ള ഗൃഹങ്ങൾ തിരഞ്ഞെടുത്ത് താമസിച്ചു കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാം സന്തുഷ്ടരായി സന്തോഷത്തോടുകൂടി അവിടെ ജീവിക്കാൻ തുടങ്ങി. ദ്വാരക കണ്ട് ദേവേന്ദ്രൻ ഭക്തിപൂർവം പാരിജാത പൂക്കളുടെ സുഗന്ധത്താൽ നിറഞ്ഞു നിൽക്കുന്ന സുധർമ്മ എന്ന ദേവസഭാതലം സമ്മാനമായി കൃഷ്ണന് നൽകി. സുധർമ്മയിൽ വാഴുന്നവർക്ക് മരണഭീതി ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വരുണൻ വായുവേഗതയുള്ള 1000 വെള്ളക്കുതിരകളെയും വൈശ്രവണൻ വേണ്ടുന്ന സമ്പത്തുമെല്ലാം സമ്മാനമായി കൊടുത്തു. ഭഗവാൻ എല്ലാം സ്വീകരിച്ച് അവരെല്ലാം യാത്രയാക്കി. സന്തോഷത്തോടെ അവിടെ താമസം തുടങ്ങി. അപ്പോൾ മുചുകുന്ദൻ, ജരാസന്ധൻ തുടങ്ങിയവർ മധുര ആക്രമിക്കുന്നതായി അറിയിച്ചു. ഭഗവാൻ ഉടൻ തന്നെ അവിടെ എത്തി. അവരെ എല്ലാം യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഓടിച്ചിട്ട് മധുരാപുരിയുടെ രാജാവായി ഉഗ്രസേനെ വാഴിച്ചു. എല്ലാം കൊണ്ട് സമ്പൽ സമൃദ്ധമായ ദ്വാരകയിൽ ഭഗവാനും യദുവംശ രാജാവായി വാണു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ദ്വാരക ഒരു പുണ്യ നഗരമായി തീർന്നു. മഹത്തുക്കളും സദാ ദ്വാരക സന്ദർശിച്ച് സത്സംഗങ്ങളും മറ്റും നടത്തിക്കൊണ്ടേയിരുന്നു. പിന്നെ മധുരയിലെ രാജാവായ ഉഗ്രസേനെ ദ്വാരകയിലെയും രാജാവാക്കി. ഉഗ്രസേനൻ രാജാവാണെങ്കിലും യഥാർത്ഥത്തിൽ ദ്വാരകാപതി ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു. കുട്ടികളെ, ഭഗവാന്റെ അനുഗ്രഹത്താൽ വിശ്വകർമാവ് പെട്ടെന്ന് നിർമ്മിച്ച ദ്വാരകയുടെ മഹത്വം മനസ്സിലായല്ലോ.
ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി കഥ നിർത്തട്ടെ. ഹരി ഓം തത് സത്.